ഓഹോ, എന്താ വ്യൂ പോയിന്റ് ഒന്നും കാണാനില്ല. കണ്ടിട്ടില്ല. ഇവിടെ വന്ന ആര് മലയാളി, ആര് കർണാടകക്കാരൻ ഒന്നും മനസ്സിലാവില്ല. മിസ്റ്റുള്ള ഭാഗം, മിസ്റ്റില്ലാത്ത ഭാഗം, മിസ്റ്റുള്ള ഭാഗം, മിസ്റ്റില്ലാത്ത ഭാഗം, മിസ്റ്റുള്ള ഭാഗം. കോത്തഗിരിയിലോട്ട് യാത്ര തിരിച്ചപ്പോൾ രസമായിരുന്നു. ഊട്ടീനൊക്കെ നല്ലത് ഞാൻ നിങ്ങൾ പ്രിഫർ ചെയ്യാൻ പറയുക കോത്തഗിരി ആയിരിക്കും കേട്ടോ. റൈഡേഴ്സിനൊക്കെ അടിപൊളിയാണ്. ഞാൻ കണ്ട വ്യൂ പോയിൻ്റ് ഇതും കിടലാണ്. ഞാൻ ഈ വാട്ടർഫോളും കൂടിയും കണ്ടിട്ട് ഇവിടെ നിന്ന് കൂർന്നൂറിലോട്ട് പോവും. അതാണ് എൻ്റെ പ്ലാൻ. എന്തായാലും ഇവിടെ വരെ വന്നത് എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയില്ല. ഞാൻ കോത്തഗിരിയിൽ വന്നിട്ട് ഒരു സ്ഥലം കണ്ടാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. ഡ്രസ്സായിരുന്നു. ഇനിയിപ്പോൾ വാട്ടർഫോൾ പോയി കാണാം. വാട്ടർഫോളിന് ചുറ്റും നിങ്ങൾ കണ്ടോ, തേയിലത്തോട്ടാ. വലിയ വാട്ടർഫോളൊന്നും ആവില്ല, ജസ്റ്റ് അതിൻ്റെ വ്യൂ പോയിൻ്റ് മാത്രമേ ഉള്ളൂ അവിടെ. അത് കാണാൻ പോവാം. നല്ല രസമുണ്ട്. എന്തായാലും നല്ല സീനിക്കാട്ടെ. എനിക്ക് തേയിലയാണ്, ഇത് തേയിലയാണ്. തേയിലയാണ്, അല്ലാണ്ട് പിന്നെന്താ. ഓക്കെ ഹോമീസ്, ഇതാണ് അപ്പോൾ പറഞ്ഞു വരുന്ന ആ വാട്ടർഫോൾ. നിങ്ങൾക്ക് എനിക്ക് ഈ സൈഡിൽ നിന്ന് എന്ത് വ്യൂ ഉള്ള ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട്, അല്ലാണ്ടൊന്നുമില്ല. പക്ഷെ ഇതിന് ചുറ്റും കാണാൻ ഭയങ്കര രസമാണ്. ഭയങ്കര പ്ലാന്റേഷനാണ്, കണ്ടോ. ശരിക്കും വാട്ടർഫോൾ അവിടെ വരുന്നത്. വാട്ടർഫോളിന് ചുറ്റും കാണാൻ ഭയങ്കര വീട്, പക്ഷെ വെള്ളച്ചാട്ടം കാണാനില്ല എന്നുള്ളൊരവസ്ഥ മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ ഒരു തന്തേ അവിടെ പോയേനെ. കാതറിൻ വാട്ടർഫോൾസ് കണ്ട് നമ്മൾ ഇറങ്ങി. ഇനി കൂർന്നൂറിലോട്ട് പോവാം. കാരണം ഈ ഫോൾസ് വലിയ സംഭവമൊന്നുമില്ല, കാണാൻ പോലും ഇല്ല ശരിക്കും സത്യം പറയുന്നത്. പക്ഷെ ഇങ്ങോട്ട് വരുന്ന എനിക്ക് ഇവിടുത്തെ റൂട്ടുകളും ഇതിന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഈ ഫോൾസിൻ്റെ ചുറ്റും കാണാൻ ഭയങ്കര രസമാട്ടോ. ഭയങ്കര സീനിക്കാണ്. നിങ്ങൾ വരുവാണെങ്കിൽ ഈ രണ്ട് സ്ഥലങ്ങളും മിസ് ചെയ്യാണ്ട് കാണുക കോട്ടഗിരിയിൽ. ഇനി അടുത്ത് ഞാൻ കൂർന്നൂറിലോട്ട് പോട്ടെ. നല്ല മഴയും കിട്ടുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ എങ്ങനെ ഇനി വരണേന്ന്. അപ്പോൾ ഇനി കൂർന്നൂറിൽ വെച്ചിട്ട് നമുക്ക് ഇനി റൈഡ് തുടങ്ങാം കൂർന്നൂറിലോട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ലൊക്കേഷനായ കൂർന്നൂർ ഗ്രാമത്തിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഞാനിപ്പോൾ പറഞ്ഞ കാതറിൻ വാട്ടർഫോൾസിൽ നിന്ന് ഒരു 17 കിലോമീറ്റർ ഉള്ളൂ ഈ കൂർന്നൂറിലോട്ട്. അവിടെ പോയിട്ട് 2-3 സ്ഥലങ്ങളുണ്ട് കാണാൻ. അതായത് ഡോൾഫിൻ വ്യൂ പോയിന്റ്, അങ്ങനെ കുറച്ച് വ്യൂ പോയിന്റ്സുകളുണ്ട് കാണാൻ. ഞാൻ നിങ്ങളോട് പറയാം, എക്സെപ്ഷണൽ റൈഡിങ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് 2 സ്ഥലത്തോട്ടും കിട്ടുന്നത്. ഞാൻ ഫസ്റ്റായിട്ട് നിങ്ങളോട് പറയാം, മിസ് ചെയ്യരുത്, മാക്സിമം അങ്ങോട്ട് എടുക്കുക. ഞാനിപ്പോൾ കൂർന്നൂറിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര രസമുള്ള റൈഡ് ആയിരുന്നു ഇങ്ങോട്ട്. അപ്പോൾ 2 സ്ഥലത്തോട്ടും റൈഡ് ചെയ്യാൻ താല്പര്യമുള്ളൊരു ബൈക്ക് എടുക്കുക, ഊട്ടിയിൽ അങ്ങോട്ട് നീങ്ങുക. ഊട്ടിയിലുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളോട് റൈഡ് ചെയ്ത് ഭയങ്കര രസമാട്ടോ. നിങ്ങൾ റൈഡ് ചെയ്ത് നോക്കുക, മാക്സിമം സൂക്ഷിച്ച് റൈഡ് ചെയ്തോളൂ. അങ്ങനത്തെ ഫുള്ള് എല്ലായിടത്തും ഓരോരോ ഹില്ലിലോട്ട് പോവല്ലേ. ഒരു ഗ്രാമം അടുത്ത ഹില്ലിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക, സൂക്ഷിച്ച് പോവുക. മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. തൊട്ടടുത്താണ്, അധികം വലിയ ദൂരങ്ങളൊന്നുമില്ല. ഇനി നേരെ കൂർന്നൂർ ഗ്രാമത്തിലോട്ടുള്ള കാഴ്ച. എല്ലാ ഗ്രാമത്തിലും ഭയങ്കര സീനിക്കാണ് എവിടെ പോയാലും, കണ്ടോ. അടുത്ത ഗ്രാമത്തിലോട്ടാട്ടോ പോകുന്നത്, കൂർന്നൂർ ഗ്രാമം. എന്തായാലും ഞാൻ ഊട്ടി അധികം എക്സ്പ്ലോർ ചെയ്യാൻ വേസ്റ്റ് ചെയ്യാണ്ട് വേറെ സ്ഥലത്തോട്ട് പോകാം എന്ന് വിചാരിച്ചത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കിനി യാത്ര തുടരാൻ. കൂർന്നൂർ ഗ്രാമത്തിലെത്തി അവിടുത്തെ വ്യൂ പോയിന്റ്സും കാര്യങ്ങളും കണ്ടിട്ട് ഞാൻ തിരിച്ച് ഊട്ടിയിലോട്ട് തിരിക്കും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ, ഏകകണ്ഠീയമായിട്ടുള്ള പ്ലാൻ. ഇപ്പോൾ അതാണ്. മൊത്തം ഹെയർപിന്നാണല്ലോ ഇവിടെ. അതിരല്ലേ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ബൈക്ക് എടുത്ത് തന്നെ റൈഡ് ചെയ്യുക. നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. ചിലപ്പോൾ ഡെസ്റ്റിനേഷൻ നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്താലും റൈഡ് ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങോട്ട് 2 സ്ഥലത്തുണ്ട് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തതാണ് ഈ 2 റൈഡുകൾ. ഊട്ടിയിൽ നിന്നാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇനി കൂർന്നൂറിൽ എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് വ്യൂ പോയിന്റിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അതുപോലെ ഞാൻ കണ്ടിട്ട് വരാം. അവിടെ തിരിച്ച് 2-3 പ്ലേസുകൾ നോക്കാം, ഏതൊക്കെ അടുത്തുള്ളതെന്ന് വെച്ചാൽ. അതുപോലെ കണ്ട് വേഗം അടുത്ത പരിപാടി നോക്കണം. വിശന്നിട്ടും വയ്യ, ഫുഡ് അടിച്ചിട്ടില്ല. അപ്പം കൂർന്നൂർ നമ്മളിതാ ഓടിച്ച് കൂർന്നൂറിലെത്തിയിട്ട് കൂർന്നൂറിൽ ഞാനിപ്പോൾ നേരെ ഡോൾഫിൻ നോസ് എന്ന് പറഞ്ഞ വ്യൂ പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കൂർന്നൂർ സിറ്റിയിലെത്തിയിട്ട് ഒരു 21 മിനിറ്റ്, അതായത് 7 കിലോമീറ്റർ കാണിക്കുന്ന
അപ്പോൾ അവിടേക്ക് നേരെ പോകാണ്ടിരിക്കുക. പോണ വഴിക്ക് കാണുന്ന അവിടെ ചോക്ലേറ്റും തേയിലയും ഒക്കെ ടീ ഗാർഡൻ, സിംഗാര ടീ ഗാർഡൻ. ഇവിടുത്തെ ഈ ഗാർഡൻ കേട്ടിരുന്നു, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് സിംഗാര. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. എങ്ങനെ നോക്കിയാലും സീനിക്ക് മാത്രമേ ഉള്ളൂ, എവിടെ നോക്കിയാലും അറിയാലോ. എന്തായാലും വേഗം വ്യൂ പോയിന്റ് കാണാൻ പോട്ടെ. നല്ല മഴ പിടിച്ചാലേ നമുക്ക് വ്യൂ പോയിന്റുകൾ വെറുതെ ഇതായി പോവും, എന്തായി പോവും, കാണാൻ പറ്റാത്ത അവസ്ഥയായി പോവും. ഓ നീ കൂടി തന്നെ ഞാൻ കാട്ട്. ഓഫ് റോഡിങ് മാതിരിയായല്ലോ. എൻ്റെ മുന്നിലാണെങ്കിൽ മറ്റേ കർണാടകക്കാരൻ, മറ്റേ വായിലുറന്നപ്പോണ്ട് കർണാടകക്കാർ ഒരു 7-10 കർണാടകക്കാർ. അതേമാതിരി കർണാടകക്കാരൻ വണ്ടി വന്ന മൊത്തം. നീരുവയുടെ അച്ഛൻ കർണാടകക്കാരൻ, നീരുവയുടെ പെങ്ങൾ കർണാടകക്കാരൻ, ഞങ്ങൾ കർണാടകക്കാരൻ. ഉള്ള ആ മൂടാട്ടോ. നമുക്കിനി കുറച്ച് ദൂരത്തോട്ട് ഇങ്ങനെ പോകാനുണ്ട് ആ വ്യൂ പോയിന്റിലോട്ട്. വ്യൂ പോയിന്റ് ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ജസ്റ്റ് കട്ട് ചെയ്ത് കയറി അത് ത്യാഗിണ്ടാവും മാറി. ബ്യൂട്ടി. സ്ലോ ഡൗൺ, ഫുൾ ഓഫ് കേർവ്സ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. മിസ്റ്റായ ആകെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, നമുക്ക് എന്ത് വ്യൂ പോയിന്റ് കാണാൻ പറ്റില്ല. ദ്രുതത്താലേ ദ്രുതതീരെ നികുട്ടിതാ, ഫുൾ ഓഫ് നികുട്ടിതാ. ഫോറസ്റ്റ് ഈസ് ഫുൾ ഓഫ് നികുട്ടിതാ. പോയിന്റ് കഴിഞ്ഞിട്ട് വേറെ സ്ഥലം കൂടി പോകണം എന്നാണ് എൻ്റെ മനസ്സിൽ. നോക്കി നോക്കട്ടെ എങ്ങനെ ആയിരിക്കും. കണ്ണ് കാണാത്ത അവസ്ഥയാവോ? ഈ വ്യൂ പോയിന്റ് കാണാണ്ടാവോ? വ്യൂ പോയിന്റ് കാണാൻ പറ്റിയാൽ മതി എന്ന് എനിക്ക്. നമ്മളൊക്കെ ഒരാൾക്കാർ കേട്ടോ, വ്യൂ പോയിന്റ് ഒരു വിറ്റ് കാശാക്കുന്ന ആൾക്കാരെ നമ്മൾ. Of India. This is South India match. Beautiful. ഔട്ട്ലെറ്റുകളുണ്ട്. ചായയുടെ ഔട്ട്ലെറ്റ്. ഓ മൈ ഗോഡ്, ബ്യൂട്ടി. അതിൻ്റെ ഇടയിൽ കൂടെ വരെ ബസ്സും. ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ. ഇതേത് പ്രദേശം? നീലിമയുടെ അച്ഛൻ്റെ പ്രദേശമല്ലല്ലോ. നീലിമയുടെ അച്ഛൻ കർണാടകക്കാരി അല്ല, നീലിമയുടെ അച്ഛൻ കർണാടകക്കാരൻ, അമ്മ കർണാടകക്കാരി, പെങ്ങൾ കർണാടകക്കാരി. ഓ, ഇതിൻ്റെ മുകളിൽ കൂടെ കയറാൻ കുറവുണ്ടോ?
വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. രസമുണ്ട് കാണാം കേട്ടോ. ഓ മൈ ഗോഡ്, എനിക്കോട് ഞാൻ പറയുകയാണ് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് റൈഡ് അടിക്കാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. ഭയങ്കര രസമുള്ള റൈഡ് ആയിരിക്കും ഇത്. ആ ടിക്കറ്റ് വന്നു. വെൽക്കം ടു ഡോൾഫിൻ. പൈസ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ വലിയ പൈസ ഒന്നും ശരി. അണ്ണാ ഇങ്ങനെ ഡോൾഫിൻ ഹൗസ് അല്ലാതെ വേറെ എന്താ പാക്ക് നിൽക്ക്? ഡോൾഫിൻ ഹൗസ് അല്ലാതെ കടന്നു വന്നല്ലേ? അപ്പൊ തിരിച്ചു പോകുമ്പോ കയറല്ലേ നീ? അപ്പൊ ഏതാ നീ കാണാൻ നിർത്തണ്ടേ? ആ ലേഡി കാനിങ്. ആ നല്ല സ്ഥലമാണോ? ആ അത് സെറ്റാണല്ലേ? ആ നന്നാ പോയി നോക്കാം. ഇത് കണ്ടിട്ട് തിരിക്കാം. ഇവിടെ വന്ന ആര് മലയാളി ആര് കർണാടകക്കാരൻ ഒന്നും മനസ്സിലാവണില്ല. അന്നൊക്കെ വിട്ടിയത് പിടിച്ചോട്ടെ വിചാരിച്ചിട്ടാ. പോട്ടെ എന്നാ. നാട്ടിലെവിടെയാ? പാലക്കാട്. ഞാൻ തൃശ്ശൂര്. ആ തൃശ്ശൂര്. ശരി എന്നാ. ആര് കർണാടകക്കാരൻ ആര് തമിഴ്ന അണ്ണാ ഇങ്ങനെ ആള് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. മറുപടി മറുപടി ഓ സീൻ സീൻ ഇരുവടച്ചൻ കർണാടകക്കാരൻ സീൻ. ഓ ലിഫ്റ്റിന്റെ കല്യാണ് കേട്ടോ മൊത്തം. ഓക്കെ ഓക്കെ അടുത്ത സ്ഥലത്തോട്ട് പിടിക്കാം. ഈ വയ്യ വേഗം വ്യൂ പോയിന്റ് ഉണ്ട്. ഡോൾഫിൻ ഹൗസ് എത്തിയോ? ഓ ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. പരിപാടിയാണ് മക്കളെ. വൻ തിരക്ക്. അതെ ഓ ഇത് വൻ സെറ്റപ്പ് സ്ഥലമായിട്ടുണ്ട്. കറക്റ്റ് 9:60 PM പോയി. ഇതാണ് ഡോൾഫിൻ ഹൗസ്. ഡോൾഫിൻ ആ ഡോൾഫിൻ്റെ ന്യൂസുമാരൊക്കെ ഉണ്ട് ഈ സാധനം കണ്ടിട്ട്. വ്യൂ പോയിന്റിന് 30 രൂപയാണ് പറയുന്നത്. പോയി നോക്കാം. മിസ്റ്റുള്ള കാരണം വ്യൂ പോയിന്റ് ആയിട്ട് ഒരു കാര്യമില്ലല്ലോ. ആ ഇത് ഡോൾഫിൻ ഹൗസ് മാതിരി ഉണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ഇതൊരു ഡോൾഫിൻ ഹൗസാണ്. ഇപ്പം ഇത്ര ആൾക്കാർ നിൽക്കുന്നില്ലേ? ഇത്ര ആൾക്കാർ നിൽക്കണുണ്ടല്ലേ? ഇതൊരു ഡോൾഫിൻ്റെ ന്യൂസ് മാതിരിയാണ് സത്യം പറയാന്ന് വെച്ചാൽ. അതിപ്പിരിവിടെയുള്ള പെങ്കുച്ച് നിൽക്കുന്ന കറക്റ്റ് ന്യൂസിൻ്റെ എഡ്ജിലാണ്. ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റായതുകൊണ്ട് വ്യൂ പോയിന്റ് ഒക്കെ കണ്ടേ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ മീൻസ് ഇതാണ് ഡോൾഫിൻ ഹൗസ് വ്യൂ പോയിന്റ് എന്നുള്ള വ്യൂ വരുന്നത്. മൊത്തം മിസ്റ്റാണ് എന്നറിയാം, പക്ഷേ എന്നാലൊരു
മൂടിയ കാഴ്ച നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ. പക്ഷേ ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ വ്യൂ വരുള്ളൂ. ചിലപ്പോൾ ക്ലിയർ ആവും, ചിലപ്പോൾ ക്ലിയർ ആവില്ല. പക്ഷെ എന്നാലും നല്ല രസമുണ്ട് ഈ പോയിന്റിൽ നിന്ന് കാണാൻ. നല്ല രസമാണ്. വിസിബിലിറ്റി കുറവാണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ. നിങ്ങൾക്ക് കാണാം, നല്ല മിസ്റ്റായിട്ടിൻ്റെയും വ്യൂവും ഒരു പ്രത്യേക വ്യൂ തന്നെയാണ്. അത് നിങ്ങൾക്കിവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ മിസ്റ്റ് ക്ലിയറായി കാണാൻ പറ്റും, അല്ലാത്തവർക്ക് ബാക്കിയില്ലാത്ത എൻ്റെ മേലത്തെ ആൾക്കാർക്ക് ഇത് ഇപ്പോൾ വ്യൂ ഇല്ല. അപ്പം എന്തായാലും കൊള്ളായിരുന്നു ഡോൾഫിൻ ന്യൂസ്. വ്യൂ ഒക്കെ കൊള്ളാം. എന്തായാലും ഇവിടെ വന്ന് കാണുക. എന്താ പറഞ്ഞു, ഈ പോയിന്റ് കാണുന്നതാണ് ഡോൾഫിൻ ന്യൂസ്. അപ്പോൾ പക്ഷെ ഇപ്പം മിസ്റ്റായി മൊത്തം, ഒന്നും കാണാനില്ല. ഞാൻ ഈ അടുത്ത സ്പോട്ടിലോട്ട് പോട്ടെ. അങ്ങനെ ഹോമീസേ ഡോൾഫിൻ ന്യൂസും കണ്ട് ഞാൻ ഇറങ്ങുവാണ്. ഇവിടെ മിസ്റ്റായാലേ കാണാനൊന്നുമില്ല. ഓ കുരങ്ങന്മാരെ കളിയാട്ടം പോകണം, മുന്നോട്ടൊക്കെ ചോദി. അപ്പോൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ആ ടിക്കറ്റ് വാങ്ങിച്ച ബ്രോ പറഞ്ഞു കേട്ടില്ലേ, പോണ വഴിക്ക് തന്നെ ഉണ്ട് ബാക്കി കാണാനുള്ളത്. അപ്പോൾ അത് പോയി കണ്ട എന്തൊരു ലേഡിയുടെ എന്തൊരു ഇതും അപ്പോൾ അത് കാണാൻ പോവാം. അപ്പോൾ ഹോമീസ് നമ്മളിനിയിപ്പോൾ അടുത്ത വ്യൂ പോയിന്റ് കാണാൻ പോവാണ്. ശരിക്കും ഈ ഡോൾഫിൻ ന്യൂസിലോട്ട് വരുമ്പോൾ, വ്യൂ പോയിന്റിലോട്ട് വരുമ്പോൾ 2 വ്യൂ പോയിന്റ് കൂടി നിങ്ങൾക്ക് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് കാണുക. അപ്പോൾ ഓൺ ദ വേ ആണെല്ലാം വരുന്നത്. ഞാൻ ആദ്യം ഡോൾഫിൻ ന്യൂസ് പോയിന്റ് വ്യൂ പോയിന്റ് കണ്ടു എന്നുള്ളൂ. ഇനി അടുത്ത വ്യൂ പോയിൻ്റാണ് ഇത്. ഇതിൻ്റെ പേരാണ് ലാംബ് റോക്ക്. ഇതിങ്ങനെ കുറച്ച് നടന്നിങ്ങനെ കയറിപ്പോണം. വ്യൂ പോയിന്റുകൾ എല്ലായിടത്തും സത്യം പറയാന്ന് വെച്ചാൽ മിസ്റ്റായ കാരണമൊന്നും കാണാനൊന്നുമില്ല. പക്ഷേ നമുക്ക് നോക്കാം എന്തെങ്കിലും കാണാനുണ്ടോയെന്ന്. കുറച്ച് നടക്കാനുണ്ട് ഈ വ്യൂ പോയിന്റ്. എല്ലാത്തിനും ടൈമിംഗ് ഉണ്ട്. 6 o'clock വരെ ഞങ്ങളുടെ ഇതല്ല ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഒറ്റ ദിവസം കവർ ചെയ്യാൻ ഞാനിപ്പോൾ മറ്റേ കൂനൂറും കൊട്ടാഗിരിയും മറ്റു ദിവസം കൊണ്ടൊക്കെ കവർ ചെയ്തേ. അപ്പം നിങ്ങൾക്ക് ടൈം അനുസരിച്ച് നോക്കുക. അല്ല ഞാൻ ഫോറസ്റ്റിലോട്ട് കയറട്ടെ. ലാംബ് റോക്ക് വ്യൂ പോയിൻ്റ്. അങ്ങനെ ഹോമീസ് നമ്മൾ നടന്ന് വ്യൂ പോയിൻറ്റിലോട്ട് എത്താറായി. മുകളിലോട്ട് വ്യൂ പോയിൻ്റാണ്. നമുക്ക് അങ്ങോട്ട് കയറി നോക്കട്ടോ എങ്ങനെ സംഭവം എന്ന് അറിയണമല്ലോ. ലേഡി റോക്ക്. ഓ ഇനിയുണ്ടോ മുകളിലോട്ട്? ഓ ഇതാ ആദ്യം വരുന്ന വ്യൂ പോയിൻ്റ്. ഓഹോ എന്താ വ്യൂ പോയിന്റ്, ഒന്നും കാണാനില്ല. ഓ ഇതിന് മുകളിൽ വരെ കൂടി ഉണ്ട്. ഇത് കുറെ ഉണ്ടല്ലോ. ഓ ഓ ഇത് നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ തന്നെ. പക്ഷെ ഒന്നും കാണാനില്ല. ഓ ഒരു വ്യൂ ഇല്ല. നിറച്ച് കുരങ്ങന്മാരുണ്ട് കേട്ടോ അവിടെ. പക്ഷെ വ്യൂ കാണാല്ലേ മിസ്റ്റ് തന്നെ. പക്ഷെ ഇങ്ങോട്ടുള്ള റൈഡാണ് മക്കളെ. ഇവിടെ ഒരു രീതിയിലുള്ള വ്യൂ നിങ്ങൾക്ക് വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷെ മിസ്റ്റ് ആയ കാരണം എനിക്ക് ഒന്നും കാണാനില്ല. അതെൻ്റെയും കൂടിയും കുറ്റമല്ലല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ക്ലൈമറ്റ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വ്യൂ പോയിന്റ് കാണാം, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ആ അവിടുത്തെ ഈ സ്ഥലത്തെ ലേഡി റോക്കി വന്നാൽ കാണാനുള്ള വ്യൂ പോയിന്റ് അവിടെ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങുക. ചില സമയത്ത് ഈ മിസ്റ്റ് ഈ ചക്കക്കൂട്ടം കാണാത്ത പിള്ളേരുടെ മാതിരിയാണ് മിസ്റ്റ് കാണുമ്പോൾ. മിസ്റ്റ് ചില സമയത്ത് മിസ്റ്റ് ആയപ്പോൾ പ്രശ്നം. എന്തൊക്കെ കാണണം. ഓക്കെ നീ എന്തായാലും താഴോട്ട് ഇറങ്ങാം. ഒരു വ്യൂ പോയിന്റും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ.
അല്ല ഇപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ ഇതാണ് വ്യൂ പോയിന്റ് വരുന്നതെന്ന്. നേരത്തെ ഒരു തേങ്ങയും കാണാണ്ടായിരുന്നില്ല ഹോമീസ്, ഒരു തേങ്ങയും. ഇപ്പം എനിക്ക് എന്തോ കാണാൻ പറ്റിയിട്ട് താഴെ വന്ന പോട്ടാ. പക്ഷെ അവിടെ ഒന്നും ക്ലിയർ ആവുന്നില്ല, അവിടെയൊക്കെ വൻ മിസ്റ്റ് തന്നെയാണ്. ഞാനെന്തായാലും താഴെ പോയി നോക്കിയിട്ട് വരാം എന്താണ് എക്സാക്റ്റ് സംഭവം. ഓ ഇതാണ് സംഭവം ശരിക്കും കേട്ടോ ഹോമീസ്, കണ്ടോ നിങ്ങൾ? ഇതാണ് വ്യൂ പോയിന്റ് വരുന്നത്. അങ്ങോട്ട് കണ്ട മിസ്റ്റില്ലാത്ത ഭാഗം, മിസ്റ്റുള്ള ഭാഗം, മിസ്റ്റില്ലാത്ത ഭാഗം, മിസ്റ്റുള്ള ഭാഗം, മിസ്റ്റില്ലാത്ത ഭാഗം, മിസ്റ്റുള്ള ഭാഗം. മിസ്റ്റില്ലെങ്കിൽ നല്ല രസമാണ്. പക്ഷെ ഇങ്ങനെ എല്ലാം കൂടി ആവണം, അതായത് എല്ലാം കൂടി ആവണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ലല്ലോ, മനസ്സിലായോ? എന്തായാലും കൊള്ളാട്ടോ. ഇതാണ് ലേഡി റോക്ക്. അപ്പോൾ ലേഡി റോക്ക് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പാറകളായിരിക്കും ലേഡി റോക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെ മിസ്റ്റായിട്ട് നിൽക്കുക മൊത്തം. എന്തായാലും കൊള്ളാം. അപ്പോൾ നമുക്ക് ഇനി പതുക്കെ കാണണ്ടല്ലേ എൻ്റെ ബാക്കിൽ വ്യൂ കണ്ട കൊക്ക. അപ്പോൾ 2 വ്യൂ പോയിന്റ് കാണിച്ചു തന്നാലും ഒന്നും വിസിബിലിറ്റി ഒന്നും നിങ്ങൾക്കില്ല എന്ന് എനിക്കറിയാം. ഒന്നും കാണാൻ പറ്റിയിട്ടില്ല മിസ്റ്റും കാര്യങ്ങളായ കാരണം. പക്ഷേ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഇങ്ങോട്ട് വന്ന റൈഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഊട്ടി വന്ന് നിൽക്കാണ്ട് നിങ്ങൾ ബാക്കിയുള്ള 2 ഞാൻ പറഞ്ഞ സ്ഥലത്തിലോട്ട് നിങ്ങൾ പോവുക. ഓക്കെ, അപ്പോൾ റൈഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ 2 സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കും. ഡെസ്റ്റിനേഷൻ അല്ലല്ലോ, നമ്മുടെ വേ ടു ദ ഡെസ്റ്റിനേഷൻ ആണല്ലോ മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ that's it from me. You know me, right? My name is Vibin. It's spelled Vibin, aka Vibin. And keep on vibing, homies. Keep on vibing.